ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ SITക്ക് ഗുരുതരമായ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ 90 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ എൻവാസു അടക്കം ഇതാ ജയിൽ മോചിതനായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഡിസംബർ പകുതിയോടെയാണ് മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ അവർ തന്റെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ കൊടുത്ത ജാമ്യ ഹർജി തള്ളിയപ്പോൾ പക്ഷേ അറസ്റ്റ് തടഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയില്ല. അവരുടെ അറസ്റ്റ് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരുന്നു. അപ്പോൾ അറസ്റ്റ് ഒഴിവാക്കാനായിട്ട് ജാമ്യം ലഭിക്കാനായിട്ട് ജയശ്രീ സുപ്രീം കോടതി സമീപിച്ചിരുന്നു. സുപ്രീം കോടതി ചോദിക്കുന്നത് ഈ ഒരു വൻ കൊള്ള നടന്നിട്ട് പ്രതികളെ എന്തുകൊണ്ട് മുഴുവൻ അറസ്റ്റ് ചെയ്തില്ലെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. അത് ചോദ്യം ഹൈക്കോടതിക്ക് ബാധകമാണ്. ഇനി സുപ്രീം കോടതി ഈ വിഷയം നേരിട്ട് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് സുപ്രീം കോടതി ജയശ്രീ കോടതിയിൽ പറഞ്ഞത് താൻ 2013 മുതൽ വൃക്കരോഗിയാണ്. അപ്പോൾ തനിക്ക് വേണ്ട ചികിത്സ വേണം. അപ്പോൾ ആ ചികിത്സയ്ക്ക് വേണ്ടി തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണം. ജയശ്രീയുടെ അഭിഭാഷകർ കോടതിയെ സുപ്രീം കോടതിയെ ധരിപ്പിച്ചത് ജയശ്രീ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. തന്റെ കൈയെഴുത്ത് ഒത്തുനോക്കാനായിട്ട് അവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായിരുന്നു. മൊഴിയെടുക്കാൻ ഹാജരായി. അങ്ങനെ ജയശ്രീ സഹകരിക്കുന്നുണ്ട്. അവരുടെ അറസ്റ്റ് ഒഴിവാക്കണം. അപ്പോൾ പറഞ്ഞത് സുപ്രീം കോടതി അഭിഭാഷകർ ദീപാങ്കർ മിശ്ര അടക്കം പറഞ്ഞത് ഇതുവരെയുള്ള എല്ലാ പ്രതികളെയും ജാമ്യം നൽകാതെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതിയാണ് അവർ റിമാൻഡ് ചെയ്തത്. ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് സുപ്രീം കോടതി ഇതേ ബെഞ്ച് തന്നെയാണ്. അപ്പോൾ മറ്റെല്ലാ പ്രതികൾക്കും 1, 2, 3 പ്രതികൾക്ക് ഈ ജയിൽവാസം എന്ന തടവ് ശിക്ഷ കോടതി വിധിക്കുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ 4ാം പ്രതിയെ ജയശ്രീക്ക് എന്തുകൊണ്ട് ജയശ്രീയെ ഒഴിവാക്കേണ്ടി വരുന്നു, അതിന്റെ ആവശ്യമില്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അല്ലേ. അപ്പോൾ ജയശ്രീയെ ഇപ്പോൾ ജയശ്രീ പറഞ്ഞത് താൻ വൃക്കരോഗിയാണെന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞത് കേരളത്തിൽ നല്ല ചികിത്സ കിട്ടും. ജയിൽ സൂപ്രണ്ടിനോട് സുപ്രീം കോടതി നേരിട്ട് പറയാം ജയശ്രീക്ക് വൃക്കരോഗത്തിനാണ് ചികിത്സ കൊടുക്കാൻ. അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും രോഗികൾ വൃക്ക ചികിത്സയ്ക്കായിട്ട് കേരളത്തിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് നമ്മുടെ ആരോഗ്യ വകുപ്പിന് സുപ്രീം കോടതി പ്രശംസ കൂടിയാണ്. വീണ ജോർജ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല. എങ്കിലും ഇത്തരം ഒരു പരാമർശത്തോടെ ജയശ്രീ ആപ്പിലായിരിക്കും. അപ്പോൾ ജയശ്രീയുടെ അടക്കം ഇടപെടലുകൾ, ജയശ്രീ എന്നത് ബോർഡിന്റെ വരുന്നില്ലേ, അതങ്ങനെയല്ലേ, അത് മറ്റു നടപടികൾ എന്തൊക്കെയാണ്, ജയശ്രീയുടെ കുറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ജയശ്രീയുടെ ഈ സ്വർണ്ണപ്പാളിയിലടക്കം സ്വർണം കട്ടു, ഈ കൊടിമരത്തിന്റെ അടക്കം സ്വർണം കട്ടു എന്ന് പറയുന്നൊരു പ്രധാന കാര്യമുണ്ട്. ഇതിലിപ്പോ ഒരു ആദ്യം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം രാജീവ് ചന്ദ്രശേഖർ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കൊടുത്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ SITയുടെ അന്വേഷണം കറക്റ്റായിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരു പ്രതിക്കും ജാമ്യം കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഹൈക്കോടതിയുടെ ആ ഉറപ്പ് വെള്ളത്തിൽ വരച്ച വര പോലെ പോകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടുന്നു, അടുത്ത വാസുവിന് ജാമ്യം കിട്ടുന്നു. അങ്ങനെ പലവരും പത്മകുമാറിനടക്കം ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഓർക്കണം. അതീവ ഗുരുതരാവസ്ഥയിലാണ് ശങ്കർദാസ്, നമ്മുടെ SP ഹരിശങ്കറിന്റെ അദ്ദേഹത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഓക്സിജൻ മാസ്കിന്റെയും ഒക്കെ സഹായത്തോടെ ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. ആ ഒരു അവസ്ഥയിൽ പോയി ഒരു പരിഗണന സുപ്രീം കോടതി ഹൈക്കോടതി കൊടുത്തിട്ടില്ല. പക്ഷേ ഹൈക്കോടതിക്ക് ചില SITയുടെ മേലുണ്ടായിരുന്ന അമിത വിശ്വാസം അതല്ലേ ഇത്രയും പ്രശ്നമായത്. ഇപ്പൊ ജയശ്രീയുടെ ജാമ്യാപേക്ഷ തന്നെ പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദിസ് ഈസ് ടു മച്ച് എന്ന് പറയുന്നുണ്ട്. ഈ ഹൈക്കോടതി ജാമ്യം കൊടുത്തിട്ട് ജാമ്യം തള്ളുമ്പോൾ ഇവർ നേരെ പോകുന്നത് സുപ്രീം കോടതിയിലാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ എല്ലാവരും സുപ്രീം കോടതി തന്നെ ചോദിക്കുന്നതാണ്, അയ്യപ്പനെ പോലെ നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്തിനു ജാമ്യം ഇല്ല എന്ന് ഒറ്റ വാക്കിൽ എഴുതി വിടുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. അത് സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് ടു മച്ച് എന്നാണ് ജയശ്രീയോട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും സ്വർണത്തിനോട് ഇത്രയും ആക്രാന്തം എന്തിനാണ് എന്ന് തന്നെ സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. അത് ജയശ്രീയുടെ സ്വർണമല്ല, അയ്യപ്പന് സുരേഷ് മോഹൻലാലും അടക്കം കൊടുത്ത സ്വർണ്ണമാണ്. പക്ഷെ അത് രേഖയിലില്ല, ആരും കൊടുത്തൊന്നുമില്ല. അഡ്വക്കേറ്റ് കമ്മീഷണറും ഈ സ്വർണം അദ്ദേഹമാണ് വാങ്ങിയിട്ടുള്ളത്. കുറുപ്പ് അഡ്വക്കേറ്റ് കമ്മീഷണർ കുറുപ്പാണ് ഈ സ്വർണ്ണം വാങ്ങിയത്. എക്സിക്യൂട്ടീവ് ഓഫീസർ വാങ്ങേണ്ട സ്വർണം കുറുപ്പ് എഴുതി വാങ്ങി. പക്ഷെ ആര് വാങ്ങി, ആരുടെ സ്വർണ്ണമാണെന്നോ എന്നും ഒരു രേഖയിലില്ല. ഒരു ഭക്തൻ എന്നേ ഉള്ളൂ. മറ്റൊരു ഭക്തൻ 5 പവൻ, മറ്റൊരു ഭക്തൻ 20 പവൻ. ഇത് ആരാണ് ഭക്തൻ? നമ്മുടെ പലചരക്ക് കടയിൽ പോലും വ്യക്തമായ കണക്കുണ്ട്. ഇന്നയാൾ അപ്പുറത്തെ വീട്ടിലെ വാസു വന്ന്, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ വാസു വന്ന് 4000 പറ്റി
ഇന്ന വഴിയിൽ ഇന്ന ഏലയിലെ ലതിക വന്ന് 3000 പറ്റുന്ന അയാൾ ഒരു കണക്ക് എഴുതിയിരിക്കും. അല്ല, ആ കണക്കിൽ തന്നെ ഇപ്പൊ ഒരാൾ ഇപ്പൊ ഒരു 5 പവൻ കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിന്റെ 1 പവൻ എടുത്തിട്ട് 4 പവൻ വേണമെങ്കിൽ മിനിറ്റ്സിൽ എഴുതി വെക്കാം. അതെ, അത് ഗ്രാമാക്യം ചെയ്യാൻ പറയും. ഭക്തൻ ഭക്തിയോടെ കൊണ്ട് നടയിൽ വയ്ക്കുകയാണ്. ഈ നടയിൽ വയ്ക്കുമ്പോൾ ഭക്തോട് നിങ്ങൾ ഓഫീസിലേക്ക് വരൂ, അവിടെ രേഖാമൂലം എഴുതി റെസിപ്റ്റ് തരാം എന്നൊന്നുമില്ല. അതെ, എത്രയോ നമ്മുടെ കേരളത്തിലുള്ളവരല്ല, കേരളത്തിലുള്ള മണ്ഡലത്തിലും കാണിക്കത്തില്ല. പക്ഷെ തമിഴ്നാട്ടിലെ ആന്ധ്ര, തെലുങ്കാന, കർണാടക അവരൊന്നും ഇങ്ങനെ ഈ രേഖ റെസിപ്റ്റ് വാങ്ങിക്കാൻ നിൽക്കില്ല. അവര് കാണിക്ക വെച്ചുകൊണ്ടെന്ന പണം നമ്മൾ കാണുന്നതല്ലേ. അവരുടെ കയ്യിലുള്ള സ്വത്തുക്കൾ മൊത്തം, അവരുടെ സമ്പാദ്യം ഒക്കെ അവർ ഭഗവാനുണ്ടി കാണിക്ക വഞ്ചിക്ക് തർപ്പിക്കുകയാണ്. ഈ കാണിക്ക വഞ്ചിയിൽ നിന്നും എടുക്കുന്നത് എന്ത് കിട്ടി, എത്ര സ്വർണം കിട്ടി, ഒരു കണക്കുമില്ല.